നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 LBS വഴിയുള്ള BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട താൽക്കാലികമായിട്ടുള്ള ടൈം ഷെഡ്യൂളാണ് ഇത്. ഈ ടൈം ഷെഡ്യൂൾ പ്രകാരം LBS വഴി ആപ്ലിക്കേഷൻ നൽകുവാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 15 ആണ്. അപ്ലോഡ് ചെയ്തെടുക്കുന്ന പേഴ്സണൽ ഡീറ്റെയിൽസിന്റെയും അക്കാഡമിക് ഡീറ്റെയിൽസിന്റെയും വെരിഫിക്കേഷൻ ചെയ്തതിനു ശേഷം പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ 26 തീയതിയാണ്. വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് എല്ലാവരും ചെക്ക് ചെയ്യണം. അതിൽ എന്തെങ്കിലും റിമാർക്സുകൾ ഉണ്ടെങ്കിൽ ജൂൺ 26 തീയതി മുതൽ ജൂലൈ 2 തീയതി വരെ അത് കറക്റ്റ് ചെയ്യുവാൻ സാധിക്കും. പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 8 തീയതിയാണ്. ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂൺ 10 തീയതി. ജൂലൈ 10 തീയതി മുതൽ ജൂലൈ 15 തീയതി വരെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ലിമിറ്റ് ഇല്ലാതെ എത്ര കോളേജുകൾ വേണമെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. പബ്ലിഷ് ചെയ്തു വരുന്ന ഫൈനൽ റാങ്ക് ലിസ്റ്റിലുള്ള നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിന്റെയും കമ്മ്യൂണിറ്റി റാങ്കിന്റെയും അടിസ്ഥാനത്തിൽ ഏതൊക്കെ കോളേജുകളിലാണ് അഡ്മിഷൻ കിട്ടുവാനുള്ള സാധ്യതകൾ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം കോളേജ് ഓപ്ഷനുകൾ സെലക്ട് ചെയ്യുവാൻ. 2023 അലോട്ടഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ റാങ്കിലുള്ള കുട്ടിക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ ഉൾപ്പെടുത്താം. ജൂലൈ 15 തീയതിയാണ് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത്. ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളേജുകൾ റീഅറേഞ്ച് ചെയ്തു കൊടുക്കാം. റീഅറേഞ്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, താല്പര്യമുണ്ടെങ്കിൽ മാത്രം റീഅറേഞ്ച് ചെയ്താൽ മതി. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 17 തീയതിയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ടോ ചെല്ലാൻ മുഖേനയോ ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തണം. ഗൂഗിൾ പേ, ഫോൺ പേ, കഫേ, അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ടോക്കൺ ഫീസ് അടയ്ക്കാം. അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ചെല്ലാൻ മുഖേനയും ഫെഡറൽ ബാങ്ക് വഴി ടോക്കൺ ഫീസ് അടയ്ക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾക്ക് ജൂലൈ 17 തീയതി മുതൽ ജൂലൈ 20 തീയതി വൈകുന്നേരം 5 മണി വരെ ടോക്കൺ ഫീസ് അടയ്ക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ 17 തീയതി മുതൽ 20 തീയതി വരെയുള്ള ദിവസങ്ങളിൽ ടോക്കൺ ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ അലോട്ട്മെന്റ് ക്യാൻസൽ ആവുകയും തുടർന്നുള്ള സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല. സെക്കൻഡ്, തേർഡ് അലോട്ട്മെന്റുകളിൽ നിന്ന് LBS തന്നെ നിങ്ങളെ റിമൂവ് ചെയ്യും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജുകൾ ലഭിക്കാത്ത കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട അവർ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഏത് അലോട്ട്മെന്റിലാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കോളേജ് ലഭിക്കുന്നത് ആ സമയത്താണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. ജനറൽ, OBC, EWS വിഭാഗത്തിൽ ഉള്ളവർക്ക് ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും അലോട്ട്മെന്റ് ലഭിച്ചാൽ 25,000 രൂപയാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. SC, ST, OEC, ഫിഷർമാൻ, OBCയിൽ OEC റിസർവേഷൻ ഉള്ളവർ ഇവർക്ക് ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും അലോട്ട്മെന്റ് ലഭിച്ചാൽ 1000 രൂപയാണ് ടോക്കൺ ഫീസ് നൽകേണ്ടത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിക്കുന്നവർ ടോക്കൺ ഫീ പേയ്മെന്റ് നടത്തണം. അതിനുശേഷം 2, 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം കോളേജ് ജോയിനിങ് സമയത്ത് കോളേജിൽ നേരിട്ട് ചെന്ന് ജോയിൻ ചെയ്യണം. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് 5ാമത്തെ കോളേജാണ് ലഭിക്കുന്നത് എങ്കിൽ അത് താല്പര്യമില്ല എങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം വെയിറ്റ് ചെയ്താൽ മതി. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കും. 5ാമത്തെ ഓപ്ഷന് മുകളിലേക്കുള്ള കോളേജുകളിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ സാധിക്കും. കോളേജുകൾ റീഅറേഞ്ച് ചെയ്യുവാനും സാധിക്കും. അതായത് കോളേജുകളുടെ സ്ഥാനങ്ങൾ മാറ്റിക്കൊടുക്കുവാനും സാധിക്കും. പുതിയതായിട്ട് കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല. അലോട്ട്മെന്റ് ലഭിക്കാത്തവർക്ക് കോളേജുകൾ റീഅറേഞ്ച് ചെയ്യുവാനും ഇഷ്ടമില്ലാത്ത കോളേജുകൾ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുവാനും സാധിക്കും. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജ് ലഭിച്ചതിന് ശേഷം ടോക്കൺ ഫീസ് അടച്ച് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നവർക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലും ഒരു കോളേജ് ലഭിച്ചാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾ അടച്ച ടോക്കൺ ഫീസ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആകുന്നതാണ്. ആ സമയത്ത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നഷ്ടപ്പെടുകയും സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നിലനിൽക്കുകയും ചെയ്യും. സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. തേർഡ് അലോട്ട്മെന്റിൽ കോളേജ് ലഭിച്ചിട്ടില്ല എങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജിൽ നിങ്ങൾക്ക് കോളേജ് ജോയിനിങ് സമയത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 23 തീയതിയാണ്. തേർഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുന്നത് ജൂലൈ 26 തീയതിയാണ്. ജൂലൈ 31 തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായി 3 അലോട്ട്മെന്റുകളിലും അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ആ കോളേജും നഷ്ടപ്പെടും. ഓരോ അലോട്ട്മെന്റും പബ്ലിഷ് ചെയ്യുമ്പോൾ കോളേജ് ലഭിക്കുന്ന കുട്ടികൾ മാത്രമാണ് ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. കോളേജ് ലഭിക്കാത്ത കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അവർ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു കഴിയുമ്പോൾ കോളേജ് ലഭിക്കുന്ന കുട്ടികൾ അതിൽ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കണം.
അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിനു ശേഷം വെയിറ്റ് ചെയ്താൽ മതി. അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന കോളേജ് താല്പര്യമുള്ളതാണ് എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കോളേജിന്റെ മുകളിലേക്ക് കോളേജുകൾ ഉണ്ട് എങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിനു ശേഷം മുകളിലേക്കുള്ള കോളേജുകൾ നിങ്ങൾ തന്നെ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യണം. അങ്ങനെ ഹയർ ഓപ്ഷൻ ആയിട്ടുള്ള കോളേജുകൾ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെന്റിൽ ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ ആദ്യത്തെ അലോട്ട്മെന്റിൽ ലഭിച്ച കോളേജ് നഷ്ടപ്പെടുകയും രണ്ടാമത്തെ കോളേജ് നിലനിൽക്കുകയും ചെയ്യും. കോളേജിൽ ജോയിൻ ചെയ്യുമ്പോൾ നൽകേണ്ട ഫീസിൽ നിന്ന് ടോക്കൺ ഫീസ് കുറയ്ക്കും. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ടോക്കൺ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. അതിനുവേണ്ടി LBSന്റെ എല്ലാ അലോട്ട്മെന്റുകളും അഡ്മിഷൻ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ആകുന്നതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അഡ്മിഷനുകളെല്ലാം ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ LBSന്റെ വെബ്സൈറ്റിൽ തന്നെ റീഫണ്ട് ഓപ്ഷൻ വരും. ആ സമയത്ത് അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. റീഫണ്ട് ചെയ്ത് കിട്ടുന്നതിന് കാലതാമസമുണ്ട്. LBS വഴി ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം PNC, MAC, AIMS, FNCK, CPAS തുടങ്ങിയ അസോസിയേഷനുകൾ വഴി ഒരു കോളേജ് ലഭിക്കുകയാണെങ്കിൽ LBSൽ നിന്നുള്ള ടോക്കൺ ഫീസ് മറ്റുള്ള അസോസിയേഷനിലേക്ക് ട്രാൻസ്ഫർ ആവുകയില്ല. LBSൽ അടയ്ക്കുന്ന ടോക്കൺ ഫീസ് LBSൽ ഉള്ള മറ്റുള്ള കോളേജുകളിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ ആകുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.